തുടങ്ങാം. ഓക്കെ, ഞാൻ കുറച്ച് അപരനാമങ്ങൾ ചോദിക്കാം. ഒന്ന് സ്മെല്ലിംഗ് സാൾട്ട്, അമോണിയം സൾഫേറ്റ്, അമോണിയം കാർബണേറ്റ്, എപ്സം സാൾട്ട്, മഗ്നീഷ്യം സൾഫേറ്റ്, എപ്സം സാൾട്ട്, മഗ്നീഷ്യം സൾഫേറ്റ്. ഓക്കെ, അടുത്ത സ്പിരിറ്റ് ഓഫ് നൈറ്റർ, നൈട്രിക് ആസിഡ്, സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന് നൈട്രിക് പറയുന്നത് ആസിഡ്. ഗ്രീൻ വിട്രിയോ, ബ്ലൂ വിട്രിയോ, കോപ്പർ സൾഫേറ്റ്, വൈറ്റ് വിട്രിയോ, സിങ്ക് സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ്. കുമ്മായം, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കുമ്മായമാണെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് ലൈഫ്, അതും അത് തന്നെ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, മറ്റേ പാലിന്റെ കളറിലിരിക്കണം, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചോക്ക് മാർബിൾ, കാൽസ്യം കാർബണേറ്റ്, ചോക്ക് മാർബിൾ ഒക്കെ ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, കാസ്റ്റിക് സോഡ ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ്, അതും സോഡിയം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇന്ദുപ്പ്, പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മിൽക്ക് ഓഫ് ലൈം, മിൽക്ക് ഓഫ് ലൈം ആകുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രോക്സൈഡ്. തെഹരി ഡാം, ഉത്തരാഖണ്ഡ്. ഹിരാക്കുഡ് ആണെങ്കിലോ മഹാനദി ഒഡീഷ, അല്ലേ? പോങ് അണക്കെട്ട്, പോങ് രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്. തുംഗഭദ്ര ഡാം, കർണാടക. തുംഗഭദ്ര ഡാം ആണ് കർണാടക. ബാണാസുര സാഗർ, കൃഷ്ണ നദി. എവിടെയാണെന്നല്ലേ? കേരളത്തിൽ, വയനാട്. കബനി നദി. മുല്ലപ്പെരിയാർ, ഇടുക്കി. കേരളത്തിലാണ്. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, കേരളത്തിൽ വടക്ക് സംസ്ഥാനം കർണാടക. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടിന്റെ തലസ്ഥാനം തമിഴ്നാടിന്റെ തഞ്ചാവൂർ. തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈ. കേരളത്തിന്റെ തെക്കേറ്റത്തെ ജില്ല തെക്ക് തിരുവനന്തപുരം. വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ലയിൽ എത്ര നദികൾ ഒഴുകുന്നു? 12 നദികൾ. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും കബനി, ഏറ്റവും ചെറുത് പാമ്പാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. കേരളത്തിന്റെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി. കേരളത്തിന്റെ കിഴക്കേ അതിർത്തി നമ്മുടെ മറ്റേ അതിന്റെ പേര് പശ്ചിമഘട്ടം. കേരളത്തിന്റെ പടിഞ്ഞാറേ അതിർത്തി അറബിക്കടൽ. കേരളത്തിന്റെ വടക്ക് കിഴക്ക് അതിർത്തി സംസ്ഥാനമാണ് കർണാടക. തെക്ക് കിഴക്ക് തമിഴ്നാട്. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായി കേരളത്തിലെ പ്രദേശം വയനാട്. പശ്ചിമഘട്ട മലനിരയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മുടെ ആനമുടിയുടെ ഉയരം 2695. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പിയും ഇഞ്ചിയും ഉൽപ്പാദിക്കുന്ന ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പിയും ഇഞ്ചിയും ഉൽപ്പാദിപ്പിക്കുന്നത് വയനാട്. അപ്പൊ കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടേൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മലപ്പുറം. കേരളത്തിന്റെ വിസ്തീർണം 3863 ചതുരശ്ര കിലോമീറ്റർ. നമ്മുടെ ചതുരശ്ര മൈലിൽ പഠിച്ചു. എത്രയാണ്? 15,005. കേരളത്തിൽ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ല. ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. കടലാമകളുടെ മുട്ടയിടൽ കേന്ദ്രം എന്ന നിലയിൽ കോളാവി എവിടെ സാർ? കോഴിക്കോട്. അപ്പൊ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല ഇടുക്കി.
വയനാട്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല വയനാട്. കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കോർപ്പറേഷന്റെ എണ്ണം 6. കോർപ്പറേഷന്റെ മേധാവി, കോർപ്പറേഷന്റെ തലവൻ മേയർ. അങ്ങനെ മുനിസിപ്പാലിറ്റിയുടെ തലവൻ അത് മുനിസിപ്പാലിറ്റിയില് ചെയർമാൻ. മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ. പഞ്ചായത്തില് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സ്. വോട്ട് ചെയ്യാനുള്ള ഏറ്റവും 18 വയസ്സ്. മുമ്പ് എത്ര വയസ്സായിരുന്നു? 21 വയസ്സ്. 21 18 കുറച്ച് ഭരണഘടനാ ഭേദഗതി 61. ഏത് പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. ഓക്കെ. MLA ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25. മുഖ്യമന്ത്രി ആകാനുള്ള ഏറ്റവും 25. പ്രധാനമന്ത്രി ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25. ലോക്സഭ MP ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25. ലോക്സഭയിലെ പ്രധാനമന്ത്രി 25 വയസ്സ്. ഓക്കെ. രാജ്യസഭ MP 30 വയസ്സ്. പ്രസിഡന്റ് ആകാനുള്ള പ്രായം 35 വയസ്സ്. വൈസ് പ്രസിഡന്റ് ആകാനുള്ള പ്രായം, ഗവർണർ ആകാനുള്ള പ്രായം 35. ഗവർണർമാരുടെ ഔദ്യോഗിക വസതി ലോക് ഭവൻ. ലോക് ഭവൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി നമ്മുടെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിന്റെ നിലവിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. എത്രാമത്തെ മുഖ്യമന്ത്രി? 24ാമത്തെ മുഖ്യമന്ത്രി. 13ാമത്തെ വ്യക്തി. കേരളത്തിന്റെ പ്രോട്ടേം സ്പീക്കർ 16ാം നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ. കേരളത്തിന്റെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എത്രാമത്തെ സ്പീക്കർ? 25. ഡെപ്യൂട്ടി സ്പീക്കർ വനിത ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിലെ 16ാം നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 21. എത്ര വനിതാ മന്ത്രിമാർ? 2 വനിതാ. ഓക്കെ. വനിതകൾ 11. രക്തത്തെ കുറിച്ചുള്ള പഠനം എന്തായിരുന്നു? ഹെമറ്റോളജി. ജീവന്റെ നദി എന്നറിയപ്പെടുന്ന എന്തിനാണ്? രക്തത്തിനാണ് കേട്ടോ. അപ്പോ ഈ രക്തത്തിന്റെ pH വാല്യൂ എത്രയാണ്? 7.4. രക്തത്തിന്റെ pH വാല്യൂ എത്രയാണ്? 7.4. ദ്രാവക രൂപത്തിലുള്ള സംയോജക കല എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? രക്തമാണ് കേട്ടോ. ദ്രാവക രൂപത്തിലുള്ള സംയോജക കല എന്താണ്? രക്തമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 അല്ലെങ്കിൽ 5.5 ലിറ്റർ, 5.5 ലിറ്റർ. അപ്പൊ മനുഷ്യരത്തിൽ എത്ര രക്തമുണ്ട്? 5.5 ലിറ്റർ രക്തമുണ്ട് കേട്ടോ. അപ്പൊ ഈ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പഞ്ചസാരയുണ്ട്, അതിനറിയപ്പെടുന്ന പേരെന്താണ്? ഗ്ലൂക്കോസ്. നമ്മളതല്ലേ നോക്കുന്ന അത് തന്നെ. അപ്പൊ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ഗ്ലൂക്കോസ് ആണ് കേട്ടോ. ഗ്ലൂക്കോസ്. രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? 2 പറഞ്ഞോ. പ്ലാസ്മയും പിന്നെ രക്തകോശങ്ങൾ. രക്തത്തിലെ പ്രധാന ഘടകങ്ങള് പ്ലാസ്മയും രക്തകോശങ്ങളാണ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. എന്നാൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം അത് വൃക്ക. ഓക്കെ. അപ്പൊ രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ചോദിച്ചാൽ ശ്വാസകോശവും, രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ചോദിച്ചാൽ അത് ഏതാണ്? അത് വൃക്കയാണ് കേട്ടോ. വൃക്ക. രക്തത്തിലെ ദ്രാവക ഭാഗത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്? നമ്മളിപ്പോ പറഞ്ഞു തരുന്നുണ്ട്. രക്തത്തിലെ പ്രധാന ഘടകം ഏതായിരുന്നു? പ്ലാസ്മ. അപ്പൊ രക്തത്തിലെ ദ്രാവക ഘടകം എന്താണ്? പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഘടകമാണ് പ്ലാസ്മ. ഈ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്രയെന്ന് അറിയാമോ? രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ്. ഈ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അതില് അല്ല, രോഗപ്രതിരോധത്തിന് ഗ്ലോബുലിനാണ് കേട്ടോ. രോഗപ്രതിരോധത്തിന് ഏതാണ്? ഗ്ലോബുലിനാണ്. എന്നാൽ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ ഏതാണ്? ആൽബുമിൻ. ഇത് തിരിയത് ചോദിക്കുന്ന സാധനമാണ്. അപ്പൊ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ചോദിച്ചാൽ ആൽബുമിൻ. ഇനി രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ഗ്ലോബുലിൻ. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? അതാണ് ഫൈബ്രിനോജൻ. അപ്പൊ ഇത് 3 കൂടെ തിരിഞ്ഞു പോകരുത്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ആരാണ്? ഗ്ലോബുലിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ ആൽബുമിൻ. ഇനി രക്തം കട്ടപിടിക്കാൻ കട്ടപിടിക്കുന്നതിൽ അത് ഫൈബ്രിനോജൻ ആണ്. എത്ര തരം രക്തകോശങ്ങളുണ്ട് നമുക്ക്? എത്ര തരം? 3. അപ്പൊ എത്ര തരം രക്തകോശങ്ങളുണ്ട്? 3. ഏതൊക്കെയാണ്? RBCയുടെ ഫുൾ ഫോം പറ. റെഡ് ബ്ലഡ് സെൽസ്. അപ്പൊ അതിനെ മലയാളത്തിൽ പറ. അരുണാണോ ശ്വേതമാണോ? റെഡ്. അരുണ രക്താണുക്കൾ. ഇനി അടുത്തത് ഒന്ന് WBC ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ്. മൂന്നാമത്തേതാണ് പ്ലേറ്റ്ലെറ്റ്. അപ്പോ 3 തരം രക്തകോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്?
RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ഈ ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണ്? അസ്ഥിമജ്ജയിലാണ്. അസ്ഥിമജ്ജയിൽ വെച്ചാണ്. അപ്പോൾ ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണ്? അത് അസ്ഥിമജ്ജയിലാണ്. ഈ രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ വിളിക്കുന്ന പേര്, നേരത്തെ കുറെ നിർമ്മാണ പ്രക്രിയ പറഞ്ഞല്ല, രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ ഹീമോപോയിസസ്. എന്താണ്? ഹീമോപോയിസസ് ആണ് കേട്ടോ, ഹീമോപോയിസസ്. അപ്പോ ഈ രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഹീമോപോയിസസ്. ഹീമോപോയിസസ്. നമ്മൾ പറഞ്ഞില്ലേ അരുണ രക്താണുക്കൾ, അതിന്റെ ആയുസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 120 ദിവസമാണ് കേട്ടോ. അപ്പൊ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം ചോദിച്ചാലും ഏതാണ്? അത് ഈ RBC ആണ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തോട്ടും ഓക്സിജനെ കൊടുക്കുന്ന ആരാണ്? RBC ആണ്. RBC അല്ലെങ്കിൽ അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസം. മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ ചോദിച്ചാൽ, മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ അരുണ രക്തകോശവും പ്ലേറ്റ്ലെറ്റ്. അപ്പൊ ഇതിൽ 3 മർമ്മം ഇല്ലാത്തത് ആർക്കൊക്കെയാണ്? അരുണ രക്താണുവിനുമില്ല, പ്ലേറ്റ്ലെറ്റ്. അതായത് WBCക്ക് മാത്രമേ എന്തുള്ളൂ? മർമ്മം ഉള്ളൂ. മർമ്മം വെള്ളയ്ക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ശ്വേതരക്താണുവിന് മാത്രമേ മർമ്മം ഉള്ളൂ. ബാക്കി രണ്ടിന് ശ്വേതരക്താണുവിന് മാത്രമേ ഉള്ളൂ. അരുണ രക്താണുവിന് പ്ലേറ്റ്ലെറ്റിന് എന്തില്ല? മർമ്മമില്ല. അരുണ രക്താണുവിനും പ്ലേറ്റ്ലെറ്റിന് മർമ്മമില്ല. ഇന്ദിരാഗാന്ധി ഏത് പഞ്ചവത്സരി പദ്ധതികാലത്താണ് അങ്ങനെ പറഞ്ഞത്? 5. എന്താണ് അതിന്റെ അർത്ഥം? ദില്ലി ചലോ, സുഭാഷ് ചന്ദ്രബോസ്, ജയ് ജവാൻ ജയ് കിസാൻ, ലാൽ ബഹദൂർ ശാസ്ത്രി, ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ, AB വാജ്പേയി. വേദങ്ങളിലേക്ക് മടങ്ങും. വേദങ്ങളിലേക്ക് വിവേകാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് ഗീതയിലേക്ക് മടങ്ങും. അതാണ് സ്വാമി വിവേകാനന്ദ. ഗീതയിലേക്ക് മടങ്ങുകയാണ് സ്വാമി വിവേകാനന്ദ. സ്വാതന്ത്ര്യ ജന്മാവകാശമാണ് ഞാനത്. ബാലഗംഗാധര തിലക്. ജീവിതമാണ് എന്റെ സന്ദേശം. എന്റെ ജീവിതം. ഗാന്ധിജി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഗാന്ധിജി. ഞാനാണ് രാഷ്ട്രം. ഞാനാണ് രാഷ്ട്രം. ലൂയി 14. എനിക്ക് ശേഷം ലൂയി 15. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ. ഒരു സ്കൂൾ തുറക്കുന്നതാരോ അയാൾ ഒരു ജയിലിൽ അടയ്ക്കും. വിക്ടർ ഹ്യൂഗോ. വിക്ടറി എന്ന് വെച്ചാൽ വിക്ടറി എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ തുറക്കുന്നതാരോ അയാൾ ഒരു ജയിലിൽ അടയ്ക്കുകയാണ്. വിക്ടർ ഹ്യൂഗോ. 100 ബയനറ്റുകളെക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ. നെപ്പോളിയൻ. 100 ബയനറ്റുകളെക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ. നെപ്പോളിയൻ. വെടിയുണ്ടകളെക്കാൾ ശക്തമാണ് ബാലറ്റ്. എബ്രഹാം ലിങ്കൺ. വെടിയുണ്ടകളെക്കാൾ ശക്തമാണ് ബാലറ്റ്. എബ്രഹാം ലിങ്കൺ. ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല. യൂക്ലിഡ്. ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങൾ 9. ഓക്കെ. തീരപ്രദേശമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? 5. EPP വാങ്ങാൻ കൊള്ളാം. EPP വാങ്ങാൻ കൊള്ളാം. ഏതൊക്കെയാണ് പറഞ്ഞോ? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാട്. ഓക്കെ. അടുത്ത് കേരളത്തിലെ കടൽ തീരദൈർഘ്യം 590. ഓക്കെ. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. മലപ്രദേശം 48. മലനാട്, ഇടനാട് 42. തീരപ്രദേശം 10%. ഓക്കെ. ക്ലിയർ. അടുത്ത ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല? കണ്ണൂർ ജില്ല. കണ്ടൽവനം ഏറ്റവും കൂടുതലുള്ള കണ്ണൂർ. കണ്ടൽവനം കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ പശ്ചിമബംഗാൾ. കടൽത്തീരം കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഗുജറാത്ത്. കടൽത്തീരം കുറവുള്ള സംസ്ഥാനം ഗോവ. ഓക്കെ. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ല. ഓക്കെ. അടുത്ത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് ചേർത്തല. തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ മോണോസൈറ്റ്. ഏതിന്റെ അയിരാണ്? തോറിയത്തിന്റെ അയിരാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശൂർ. കേരളത്തിലെ ആകെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. ഏറ്റവും അവസാനം രൂപീകരിച്ച കണ്ണൂർ കോർപ്പറേഷൻ. ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് കൊല്ലം. ജില്ലയുടെ കടൽത്തീര ദൈർഘ്യം 37 കിലോമീറ്റർ. കൊല്ലം ജില്ലയുടെ കടൽത്തീര ദൈർഘ്യം ചോദിച്ചാൽ 37 കിലോമീറ്റർ. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ മുളയെ കണ്ടെത്തിയ പട്ടാഴി ഏത് ജില്ലയിലാണ്? പട്ടാഴി കൊല്ലം ജില്ലയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ മുള കണ്ടെത്തിയ പട്ടാഴി ഏത് ജില്ലയെന്ന് വെച്ചാൽ കൊല്ലം ജില്ല. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? മൂന്നാർ.
ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം ദേവികുളം താലൂക്ക്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതം. ബേഗൂർ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ബേഗൂർ. വയനാട് വന്യജീവി സങ്കേതം കേട്ടോ. ബേഗൂർ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? വയനാട് വന്യജീവി സങ്കേതം. ഓക്കെ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടിയുടെ ഉയരം പറഞ്ഞു 2695. ഓക്കെ. അടുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടി തന്നെയാണ്. അടുത്ത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി തന്നെയാണ്. ആനമലയും പളനിമലയും ഏഴമലയും ചേർന്നതാണ് ആനമുടി. അടുത്ത് അഗസ്ത്യ കേരളത്തിലെ അഗസ്ത്യ മീശപ്പുലിമല. അപ്പൊ ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര ഒന്ന് ആനമല, പളനിമല, ഏലമല. പളനിമല വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പളനിമല കേട്ടോ. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏലമല. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല. വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല. ഓക്കെ. അഗസ്ത്യയുടെ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. റോസ്മല സ്ഥിതി ചെയ്യുന്ന റോസ്മല കൊല്ലം. റോസ്മല എവിടെയാണ്? കൊല്ലം. ശബരിമല പത്തനംതിട്ട. പൂച്ചിമല പത്തനംതിട്ട. ദേവിമല ഇടുക്കി. ദേവികുളം അത് വെച്ച് കണക്ട് ചെയ്യാം. ആനമുടി ഇടുക്കി. മീശപ്പുലിമല ഇടുക്കി. അടുത്ത് കുമരിക്കൽ ഇടുക്കി. ചെന്താവര മല. ഓക്കെ. പാലപ്പിള്ളി ഇടുക്കി. തൃശ്ശൂർ. പാലപ്പള്ളി മറ്റേ സിനിമ മറ്റേ ആതിരപ്പള്ളി തൃശ്ശൂരല്ലേ? അമ്പകുത്തിമല വയനാട്. ബാണാസുര വയനാട്. ബ്രഹ്മഗിരി വയനാട്. വെള്ളാരിമല കോഴിക്കോട്. പൈതൽമല കണ്ണൂർ. കുരളിമല കണ്ണൂർ. അത് കിട്ടും. ഏഴിമല കണ്ണൂർ. അടുത്ത് തേക്കടിയുടെ കവാടം കുമളി. ഹൈറേഞ്ചിന്റെ കവാടം പാലക്കാട്. കോതമംഗലം. കേരളത്തിന്റെ കവാടം പാലക്കാട് ജില്ല. കേരളത്തിന്റെ കവാടം പാലക്കാട്. കുട്ടനാടിന്റെ കവാടം ചങ്ങനാശ്ശേരി. കുട്ടനാടിന്റെ കവാടം ചങ്ങനാശ്ശേരി. വയനാടിന്റെ കവാടം ലക്കിടി. വയനാടിന്റെ കവാടം ലക്കിടി. ഒന്നുകൂടെ പറയാം. തേക്കടിയുടെ കവാടം കുമളി. ഹൈറേഞ്ചിന്റെ കവാടം കോതമംഗലം. കേരളത്തിന്റെ കവാടം അതിന് ഡൗട്ടില്ല. കേരളത്തിന്റെ കവാടം പാലക്കാട്. കുട്ടനാടിന്റെ കവാടം ചങ്ങനാശ്ശേരി. വയനാടിന്റെ കവാടം ലക്കിടി. ഓക്കെ. കുറച്ച് കൃതികൾ. ഇന്ത്യ ഡിവൈഡഡ് രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യസ് അൺഎൻഡിങ് ജേർണി. മാർക്ക് ടൂളി. ഇന്ത്യ മീൻസ് ഫ്രീഡം അറിയാം. ഇന്ത്യ ആൻഡ് ട്രാൻസിഷൻ എം.എൻ. റോയ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ. അയ്യോ ഇന്ത്യൻ സ്ട്രഗിൾ അറിയാം. സുഭാഷ് ചന്ദ്ര ബോസ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്ര ബോസ്. ലെറ്റർ ടു എമിലി ശങ്കർ. സുഭാഷ് ചന്ദ്ര ബോസ്. മദർ ഇന്ത്യ. മദർ ഇന്ത്യ. ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്ര ബോസ്. ഇന്ത്യൻ സ്ട്രഗിൾ ഇന്ത്യൻ പിൽഗ്രിം അതും സുഭാഷ് ചന്ദ്ര ബോസ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ആരാണ്? ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്ന രക്തകോശം നമ്മളിപ്പോ പറഞ്ഞില്ലേ 3 അതിൽ ഏതിലാണ് ഹീമോഗ്ലോബിൻ? RBC-ലാണ്. നമ്മൾ നേരത്തെ WBC-ക്ക് മാത്രമുള്ള ഒരു സാധനം പറഞ്ഞു. എന്താണ്? മർമ്മം ആർക്ക് മാത്രമേ ഉള്ളൂ? അത് WBC-ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ചോദിച്ചാൽ ഘടകം ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഈ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഇരുമ്പ്. ഹീമോഗ്ലോബിനിലെ ഓക്സിജൻ സംവഹന ഘടകം ഇരുമ്പാണ്. അപ്പൊ ഈ ഹീമോഗ്ലോബിലാണ് ഓക്സിജൻ കൊണ്ടുപോകണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഏത് ഘടകമാണ് വലിച്ചുകൊണ്ട് പോകണത്? ഇരുമ്പാണ് കേട്ടോ. ഇരുമ്പാണ്. അടുത്ത് അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് രക്താണുക്കളുടെ ശവപ്പറമ്പാണ് പ്ലീഹ. ഈ അണുരക്താണുക്കൾ നശിക്കുന്നത് എവിടെയൊക്കെ വെച്ചാണ്? ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? പ്ലീഹ. അപ്പൊ പ്ലീഹയും പിന്നെ
കരളാണ് കേട്ടോ. കരളിലും പ്ലീഹയിലും വെച്ചാണ് ഈ രക്താണുക്കൾ നശിക്കുന്നത്. കാരണം രക്താണുക്കളുടെ ശവപ്പറമ്പാണ് പ്ലീഹ. അപ്പൊ ഈ പ്ലീഹയിലും കരളിലും വെച്ചാണ് ഇത് നശിക്കുന്നത് കേട്ടോ. ഇനി ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇവരിൽ 3 പേരിൽ ആരെയാണ് പോരാളി എന്നറിയപ്പെടുന്നത്? WBC ആണ്. ശ്വേത രക്താണുക്കളെയാണ് ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നത്. അതാ പറയാൻ വന്നത്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡി ഉത്പാദിപ്പിക്കുന്ന ആരാണ്? തിരിച്ച് ശരീരത്തെ രോഗപ്രതിരോധ ശേഷിക്ക് നൽകുന്ന ആന്റിബോഡി ഉത്പാദിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് WBC ആണ് കേട്ടോ. WBC. ഏറ്റവും വലിയ രക്താണു ഇതിലേതാണ്? ശ്വേതരക്താണു. ശ്വേതരക്താണുവാണ് ഏറ്റവും വലുത്. ഏറ്റവും വലുതാരാണ്? ശ്വേതരക്താണു. ഇനി ഏറ്റവും വലിയ ശ്വേതരക്താണു ആരാണ്? ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ് ആണ്. അപ്പോൾ ഏറ്റവും വലിയ രക്താണു ചോദിച്ച ആരാണ്? അത് ശ്വേതരക്താണു. ഏറ്റവും വലിയ ശ്വേതരക്താണു ചോദിച്ചാൽ മോണോസൈറ്റ്. മോണോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംബോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. ലിംബോസൈറ്റ്. അപ്പൊ ഏറ്റവും വലിയ ശ്വേതരക്താണു ആരാണ്? മോണോസൈറ്റും. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ആണെങ്കിൽ ലിംബോസൈറ്റും ആണ് കേട്ടോ. ലിംബോസൈറ്റ്. നിർമ്മാണ പ്രക്രിയ അമോണിയ സോഡിയം സോഡിയം ഡൗൺസ് ക്ലോറിൻ കാസ്റ്റർ കെല്ലർ പ്രോസസ്. കാസ്റ്റർ കെല്ലർ. അമോണിയ സോഡിയം ഡൗൺസ് പ്രക്രിയ. ക്ലോറിൻ കെല്ലർ പ്രക്രിയ. എന്താണ്? കാസ്നർ കെല്ലർ പ്രക്രിയ. നൈട്രിക് ആസിഡ് അത് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. ഹൈഡ്രജൻ ബോഷ് പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് സമ്പർക്ക പ്രക്രിയ. സൾഫർ പ്രക്രിയ. സ്റ്റീൽ ബെസിമർ ഉണ്ട്. പിന്നെ ഓപ്പൺ ഹാർട്ട് സ്റ്റീൽ. ആൽക്കഹോൾ ആണെങ്കിൽ ഓക്സോ പ്രക്രിയ. പഞ്ചായത്തി രാജിന്റെ പിതാവ് ബൽവന്ത് റായ് മേത്ത. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ റിപ്പൺ. ഗ്രാമസ്വരാജ് എന്ന ആശയം പീപ്പിൾസ് പ്ലാൻ ആണ്. എം എൻ റോഡ്. ഒരു നഗരത്തിലെ ഒന്നാമത്തെ പൗരൻ എന്നറിയപ്പെടുന്നത് മേയറാണ്. ഒരു നഗരത്തിലെ ഒന്നാമത്തെ പൗരൻ മേയർ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ പ്രതിജ്ഞ തയ്യാറാക്കിയത് സുബ്ബറാവു. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയത് വെങ്കിട സുബ്ബറാവു.